ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. മഴയൊന്നും ഇല്ലാത്ത സുന്ദരമായ ഒരു പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേട്ടോ. ഇന്ന് വലിയ മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ശാന്തം സുന്ദരമാണ്. 2 ദിവസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ ഞാൻ എനിക്ക് മിറ്റടിക്കാൻ സമയം കിട്ടാറുള്ളൂ. ഒത്തിരി ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ചപ്പുകളൊക്കെ വീണ് കിടക്കൂട്ടെ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമാവും. എല്ലാ ദിവസവും എനിക്ക് മിറ്റടിച്ചിടണം തന്നെ ആഗ്രഹം. ചില ദിവസങ്ങളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ മിറ്റടിച്ചിടാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. നിറയെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളൊരു തൈകൾ ചോദിച്ചോളൂ കേട്ടോ. ഈ വാട്സപ്പ് നമ്പറിലേക്ക് വന്നാൽ മതി. കമേലി മാത്രമല്ല, ഒരുപാട് ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ജോലികളും കാര്യങ്ങളും അതുപോലെ എന്റെ പശുക്കുഞ്ഞിന്റെ വിശേഷങ്ങളുമാണ്. അശ്വകൊച്ച് 8 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വന്നിട്ട് ഇവിടെ മെയിൻ ഗേറ്റ് നടച്ചിടും. അവൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഡോഗ്സിനെ അവൻ തന്നെ കൂട്ടി കയറ്റിയിട്ടുണ്ടാകും. അപ്പൊ ഞാൻ നേരെ പോയിട്ട് ഗേറ്റും അടച്ചിട്ട് വന്ന് ഡോഗ്സിനെ തുറന്നു വിട്ട് പിന്നെ നമ്മൾ മുറ്റത്തോടെ കുറച്ചു നേരം ഇങ്ങനെ ഡോഗ്സിന്റെ കൂടെ നടക്കും കേട്ടോ. ഭയങ്കര സന്തോഷം. ഇവിടെ നിന്ന് കയറി പോകാൻ തോന്നത്തില്ല. ഈ പച്ചപ്പും പിന്നെ കിളികളുടെ ഒക്കെ ഒരു സൗണ്ട്, രാവിലത്തെയുള്ള ആ ഒരു മോർണിംഗ് വൈബ് കാണുമ്പോൾ നമുക്ക് കയറി പോകാൻ തോന്നത്തില്ല കേട്ടോ. എന്നാലും എനിക്ക് ഒത്തിരി ജോലി ഉള്ളതുകൊണ്ട് ഞാൻ വേഗം അടുത്ത ജോലിയിലേക്ക് പോകാറുണ്ട്. രാവിലെ തന്നെ നമ്മൾ ഈ വരാന്തി ഒന്ന് അടിച്ച് തുടച്ചിടുവാണെങ്കിൽ പിന്നെ ആരൊക്കെ കയറി വന്നാലും നമുക്കൊരു നല്ല വൃത്തിയായിട്ട് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തോന്നും അല്ലെ. എല്ലായിടത്തും ചപ്പൊക്കെ വീണ് ഇങ്ങനെ പൊടിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രയാസമാണ് അല്ലെ. ചിലപ്പോൾ ആരും വന്നോളണമെന്നൊന്നുമില്ല, എന്നാലും നമുക്ക് തന്നെ മനസ്സിലൊരു വിഷമം ഇങ്ങനെ കാണും. അപ്പൊ എപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ അത് ഭയങ്കര പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്കും ഒക്കെ കൊണ്ടുവരും കേട്ടോ. അതുപോലെ നല്ല ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് രാവിലെ ഞാൻ അശുവച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് അടച്ച് ജസ്റ്റ് ഒന്ന് മിറ്റത്തോടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരാന്തി ഒന്ന് അടിച്ച് വാരി അതുപോലെ തന്നെ ഒന്ന് തുടയ്ക്കുകയും ചെയ്യും കേട്ടോ. പുറത്തുതന്നെ ഞാനൊരു മോപ്പ് വെച്ചിട്ടുണ്ട്, കുറച്ച് സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തുടച്ച് മോപ്പും കഴുകി അവിടെ തന്നെ വെക്കാൻ പറ്റും. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന മൈക്രോ ഫൈബർ ആണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്. ഈ മഴക്കാലത്താണെങ്കിലും ഒക്കെ ഈ വെള്ളമൊക്കെ ചവിട്ടി കയറുന്ന അതിലങ്ങ് അബ്സോർവ് ആയിക്കോളും. അപ്പൊ അവിടെ ഒന്നും ചെളി പിടിക്കാതെ കിടന്നോളും. അതിന്റെ ചെറുതും വലുതും ഉണ്ട്. ഇതിപ്പോ വലുതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പക്ഷെ അതിന്റെ ചെറുതും ഉണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് ചെറുതാണ് അവൈലബിൾ ഉള്ള. എല്ലാവരും മേടിക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരട്ടോ. പിന്നെ ഞാൻ നേരെ ചൂലെടുത്തിട്ട് വന്നിട്ട് വലിയ മിറ്റുമാണ് കേട്ടോ. വീഡിയോയിൽ എനിക്കത് മുഴുവൻ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്റെ വലിപ്പമൊന്നും. സത്യം പറഞ്ഞാൽ രാവിലത്തെ ഒരു എക്സസൈസിന് പകരം നമ്മുടെ ഒരു മിറ്റോടി തന്നെ പ്രയോജനം ചെയ്യും കേട്ടോ. അത്രയും വലിയ മിറ്റമാണ്. അപ്പൊ അതെല്ലാം ഞാൻ മാക്സിമം അടിച്ചിടും കേട്ടോ. കുറെ ചപ്പുകൾ വീണ് കിടപ്പുണ്ടാവും. പിന്നെ ബാക്കിയുള്ളതെല്ലാം കുറെ ചപ്പുകൾ അതിങ്ങനെ പെറുക്കി കളയലും അങ്ങനെ ചൂലും കൊണ്ട് അങ്ങനെ കോതിക്കളയാന്ന് പറയില്ലേ, ആ ഒരു രീതിക്കൊക്കെ കളയും. കുറെ വശം നമുക്ക് അടിച്ചു വരാനുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ ഞാൻ മിറ്റടിച്ച് ക്ലിയർ ആക്കണമെങ്കിൽ. അപ്പൊ പിന്നെ അതെനിക്കൊരു എക്സസൈസും കൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എല്ലാം വൃത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. പിന്നെ ഡോഗിന്റെ കൂടിന്റെ അടുത്തും ആ വശവും പിന്നെ അവിടെ നമുക്ക് കുറച്ച് ചെടികൾ സെയിൽ ചെയ്യുന്നത് ഉണ്ട്. നല്ല ക്രീപ്പർ പ്ലാന്റുകൾ, കവേലിയും കുറച്ച് കുറ്റിച്ചെടികളും മരമുല്ലി അങ്ങനെയൊക്കെ നല്ല നല്ല പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാ ദിവസവും നമ്മളൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള ചെടികൾ ഇപ്പൊ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, കുഴപ്പമില്ല, പിടിച്ചു നിന്നോളും. അത്യാവശ്യം വലിയ ചെടിച്ചട്ടിയിലൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഈ പ്ലാന്റ്സ് നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. അപ്പൊ ആ ചെടികളും നനച്ച് അതുപോലെ തന്നെ ഡോഗ്സിന്റെ പാത്രം ഒന്ന് കഴുകി വെച്ച് നമ്മൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും തന്നെ കുറച്ച് സമയമാകും കേട്ടോ. 1/2 മണിക്കൂർ കഴിയും. പിന്നെ നമ്മൾ നേരെ വീടിന്റെ ഉള്ളിലേക്ക് കയറി പോവും. പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് അങ്ങനെ വൈകുന്നേരം ആ സമയത്തൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങാം. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി പറിക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് പിടിപ്പത് പണി അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ വശവും ഞാനെല്ലാം അടിച്ചു വാരി. ഇവിടെ ഒരു മുളം കാട് നിപ്പുണ്ട്, നല്ല രസമാണ് കേട്ടോ. നിറയെ പക്ഷികളുണ്ട് കേട്ടോ ഇതിനകത്ത്. ഭയങ്കര മനോഹരമാണ്. പിന്നെ നേരെ വീടിന്റെ അകത്തേക്ക് കയറി പോന്നു. അപ്പൊ രാവിലെ നമ്മൾ എണീറ്റിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ഞാൻ കാണിച്ചു തരാം കൂട്ടരെ. ഞാൻ തലേദിവസം തന്നെ അടുക്കളയെല്ലാം അടിച്ചൊന്ന് തുടച്ചിട്ടിട്ടാട്ടോ. അതുകൊണ്ട് രാവിലെ ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് ആട്ടോ. വൃത്തിയായിട്ട് കിടക്കുന്ന കിച്ചണും ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മുടെ പശു കുഞ്ഞിന് ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ എന്റെ സ്വഭാവം തന്നെയായി. അപ്പൊ തന്നെ അതിന് എന്തെങ്കിലും ഫുഡ് വേണം. അപ്പൊ ഞാൻ അതിന് കുറച്ച് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും അതിന് ഇട്ട് കൊടുക്കും. അതിന്റേതായ തീറ്റകൾ ചെറിയ അതിന്റെ ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഇങ്ങനെ മരത്തിന്റെ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജി അല്ലാതെ. അപ്പോ 2 ദിവസമായിട്ട് എനിക്ക് പനിയും കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പം പാക്കറ്റ് ചപ്പാത്തി മേടിച്ചേക്കണേ. ആക്ച്വലി അതിന് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ഉണ്ടാക്കുന്ന തന്നെ നല്ലത്. ഇതൊരു ക്യൂട്ട് പാത്രമാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. മോയ്സ്ചർ ഒക്കെ നിലനിൽക്കുന്ന വിധത്തില് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചാണ്. അതിൽ പയറോ എന്ത് വേണേ നമുക്ക് മുളപ്പിക്കാനിടാം. ഒരു
കുതിർത്തിട്ട് നമ്മൾ ഇടുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചേക്കുക. അപ്പൊ ഒരു 1.25 ദിവസം കൊണ്ട് നന്നായിട്ട് പയറൊക്കെ മുളച്ച് കിട്ടും. അത് ഭയങ്കര ഹെൽത്തി അല്ലേ മുളപ്പിച്ച പയർ. അപ്പൊ ഞാൻ എപ്പോഴും തന്നെ അങ്ങനെ ചെറുപയർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പയറുവർഗ്ഗങ്ങൾ അങ്ങനെ അതിലിട്ട് വെള്ളമൊഴിച്ച് കുതിർത്തിട്ട് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അങ്ങനെ ഇട്ടേക്കൂട്ടോ. അപ്പൊ നല്ല ഇങ്ങനെ മുളച്ച് അങ്ങനെ, അപ്പൊ പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടും. രാവിലെ വരുമ്പോ തന്നെ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന മൈക്രോഫൈബറിന്റെ 5 എണ്ണത്തിന്റെ ഒരെണ്ണമാണ് കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാരെ, അതൊക്കെ മേടിച്ചോളൂ കേട്ടോ, കാരണം ഭയങ്കര യൂസ്ഫുൾ ആ. അതൊന്ന് നനച്ചിട്ട് ഞാൻ ടേബിൾ എല്ലാം ആദ്യം ഒന്ന് തുടക്കി കേട്ടോ. തലേദിവസം കിച്ചൺ അടിച്ചു വാരി തുടച്ചിട്ടിട്ട് പോയതാണെങ്കിൽ എന്തെങ്കിലും ഉറുമ്പോ പാറ്റിയോ അങ്ങനെയൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഇതില്. അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് നമുക്ക് ചായയും അങ്ങനെ ബാക്കിയുള്ള കുക്ക് ചെയ്യുന്നതൊക്കെ വെക്കാം എന്ന് ഓർത്തിട്ട്. അപ്പൊ അങ്ങനെയുള്ളതിന് മൈക്രോഫൈബർ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഞാനിപ്പോ കൈ തുടക്കുന്നതാണെങ്കിലും ടേബിൾ തുടക്കുന്നതാണെങ്കിലും എല്ലാം മൈക്രോഫൈബർ മയമാണ് കേട്ടോ. അങ്ങനത്തെ ടവലുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ടുട്ടുപുഷി കുഞ്ഞിനോട് ഫുൾ ടൈം ഞാൻ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഓർത്തു ഡോഗാണ് നമ്മുടെ ആത്മാവിന്റെ ഭാഗമെന്ന്. പിന്നെ എനിക്ക് തോന്നി ക്യാറ്റിന് മേടിച്ചു കഴിഞ്ഞപ്പോ ക്യാറ്റാണ് നമ്മുടെ സോളിന്റെ ഭാഗമെന്ന് കേട്ടോ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരെക്കാളൊക്കെ ഉപരി ഈ ഒരു കുഞ്ഞു പക്ഷിക്കുഞ്ഞിന്, ഈ ഒരു ടൈനി സോളിന് നമ്മൾ എത്രമാത്രം നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോണും ഓക്സിറ്റോക്സിനും റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിന് നമ്മളോട് എല്ലാം കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞു പക്ഷിക്കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അത് അതിന്റെ അമ്മയായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പൊ അത് അവരുടെ ലോകത്ത് നിന്ന് നമ്മുടെ മനുഷ്യരുടെ ലോകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, മനുഷ്യരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞാണ് കേട്ടോ. അതിന് ചായ വേണം, ചോറ് വേണം, കറികൾ വേണം, അതിന്റെ ഫുഡ് വേണം, അതുപോലെ എല്ലാം നമ്മൾ എന്ത് കഴിക്കുന്നോ അതേ രീതിക്ക് അതിന് വേണം. അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ഇങ്ങനത്തെ പാക്കറ്റ് ചപ്പാത്തി ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഇന്ന് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങ് ഒരുമാതിരി മരപ്പൂള് പോലെ ഇപ്പൊ ഒരു സോഫ്റ്റ്നെസ്സോ ടേസ്റ്റോ ഒന്നും ഇല്ല അല്ലെ. നിവൃത്തിയില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനത്തെ മേടിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടേതായ എന്തെങ്കിലും വെറൈറ്റി. എനിക്ക് ഒരുപാട് നാടൻ ഭക്ഷണത്തെക്കാളും എനിക്ക് ഇഷ്ടം കുറച്ചൊരു കൊറിയൻ, ചൈനീസ് അങ്ങനെയൊക്കെ ഇച്ചിരി വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇനി മുന്നോട്ടുള്ള വ്ളോഗുകളിലൊക്കെ അങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി ഫുഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വെറൈറ്റി ഫുഡുകൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇതിന് നോക്കിയിരുന്നാൽ സമയം പോണതേ അറിയില്ല കേട്ടോ. ഇതിന്റെ കുഞ്ഞു കാലം കൊണ്ട് ഓരോ ഫുഡ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കഴിക്കണതും ശരിക്കും ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ഒരു ഇത് തോന്നും കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മളോട് അത് ഓരോന്ന് കൺവേ ചെയ്യണതും അതിന്റെ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കും അമ്മ കഴിക്കുന്നില്ലേ എന്നുള്ള മട്ടിലൊരു നോട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല നമുക്ക് പ്രോട്ടീനും ഫൈബറും ഒക്കെ കിട്ടാൻ പാകത്തിന്. അതായത് പിന്നെ ഇതുപോലെ കിച്ചൺ ക്യൂബ്സ് ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. ആവശ്യമുള്ളപ്പോ തലേ ദിവസം ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പൊ അത് രാവിലത്തേന് തണുത്തിരിക്കും. എന്തൊക്കെ പച്ചക്കറി നിങ്ങളുടെ ഫ്രിഡ്ജിലുണ്ടോ അതൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് ചെറിയൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, വഴുതനങ്ങ, ക്യാരറ്റ്, സവാള, അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉള്ളിയും ഇഞ്ചിയൊന്നും ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ഇതിൽ ഇടാറില്ല കേട്ടോ. പിന്നെ 2 തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് അതൊന്ന് അരച്ചെടുക്കണം. എല്ലാം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കഴുകുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മൊത്തം വീഡിയോ ലോങ് ആവുണ്ടാകുന്നിടത്ത് കാണിക്കാത്തതാണ്. അപ്പൊ അത് ഞാനിങ്ങനെ അരച്ചെടുത്തു. ഇനി നമുക്ക് ഈ പച്ചക്കറികൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ വലുപ്പത്തിലാക്കി എടുത്താൽ മതി. എന്തൊക്കെ പച്ചക്കറികൾ നിങ്ങൾക്ക് വേണോ അതൊക്കെ ചേർക്കാം കേട്ടോ. എനിക്ക് ഇതുപോലെ ഗോൾഡന്റെ 2 ഉരുളി ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വലുത് ഒരു ചെറുത്. ഇതൊരു കുഞ്ഞു ക്യൂട്ട് ഉരുളിയാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ ക്യൂബ്സ് ഇട്ടു. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. പിന്നെ ആദ്യം ബട്ടർ ഇട്ട കൂട്ടത്തിൽ, ചെറിയൊരു ബട്ടർ ഇട്ട കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കടുകിന് വരെ. അത് പിന്നെ ഉപ്പിട്ടു, കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ചില്ലി സോസ് ഒഴിക്കാം. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഒഴിക്കാം. എല്ലാം കുറച്ച് കേട്ടോ. ബട്ടർ ആണെങ്കിലും കുറച്ച് മാത്രം. പിന്നെ പച്ചക്കറികളെല്ലാം വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കാം. അപ്പൊ ഞാൻ പിന്നെ പനീറിന്റെ ക്യൂബ്സും കൂടി 10 മിനിറ്റ് ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പനീറിന്റെ ക്യൂബ്സും കൂടി ഇട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ അത് രണ്ടും കൂടി അങ്ങ് മാറ്റി വെച്ചു. പനീറും ചിക്കനും ആണ്. പിന്നെ ഞാൻ നെയ്യാണ് ചേർത്തേക്കണേ. ഒരു 3/4 ടീസ്പൂൺ നെയ്യ്. നമ്മൾ വയനാടൻ ഗീ സെയിൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല പളവള തിളങ്ങാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ വൈറ്റമിൻ ഡി ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ആ ഗീയിലേക്കാണ് ഞാനിത് സോട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. അങ്ങനെ ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിക്കും, ചില്ലി സോസ് ഒഴിക്കും. ഒന്നും അധികം ഒഴിക്കത്തില്ല. അങ്ങനെ ഇതൊരു കൊറിയൻ ഡിഷാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നല്ല ടേസ്റ്റ് ആണ്. ഒരു വെറൈറ്റി ആണ്. നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തിക്കോ അങ്ങനെ എന്തിനു വേണേലും ചോറിന് കഴിക്കാം ആ ഒരു രീതിയിലേക്ക്. അങ്ങനെ പിന്നെ ഞാനൊരു ഉപ്പ് ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് അതിന്റെ ഇടയ്ക്ക് അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ടെ. കുറച്ച് ചിയാ സീഡ് ഇട്ടു കേട്ടോ. അപ്പൊ നമുക്കൊരു കുറച്ച് ഫൈബർ പ്രോട്ടീൻ ഒക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണേ കറിവേപ്പില ചേർക്കാം. ഇതിൽ മല്ലിച്ചപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതും ചേർത്തു. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സോസുകളും പിന്നെ വെജിറ്റബിളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ഒക്കെ ആയിട്ട് അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ കുറച്ച് നേരം മുന്നോട്ട് വെക്കാം.
എന്നിട്ട് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കട്ട തൈരാണ്, പുളിയില്ലാത്ത കട്ട തൈരാണ് ഇതിന് ബെസ്റ്റ് കേട്ടോ. ആ തൈര് ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഇനി ഒരു വീഡിയോയില്. അപ്പൊ ആ തൈര് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ടു. പിന്നെ ആ പനീറും ചിക്കനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇച്ചിരി മസാലയൊക്കെ ചേർത്തിട്ട് വേവിച്ച് ഇച്ചിരി കൂടി അതിലേക്ക് ഇട്ടു. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് പിന്നെ സോട്ട് ചെയ്തെടുക്കുക. അത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതായത് ഇതില് ചിയാ സീഡും എള്ളും ഒക്കെ ചേർത്തേക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെ പനീറുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ, ഫൈബർ റിച്ച് വെജിറ്റബിൾ ഒക്കെ ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചപ്പാത്തി എടുത്തു. കോഫിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചായന്ന് മാറി കോഫി ആക്കിയിട്ടുണ്ട്. മധുരം അധികം എടുത്തില്ല, പക്ഷെ പാൽ കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ രീതിക്ക് കേട്ടോ. കാപ്പിപ്പൊടി നമ്മൾ അടുത്ത് തന്നെ സെയിൽ ചെയ്യാൻ തുടങ്ങും കേട്ടോ. ചിക്കൻ ഇട്ട കാപ്പിപ്പൊടി അത് ഞാൻ പറയാവേ. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞതാ ഞാൻ ആദ്യം കൊടുത്ത അത് ഇങ്ങനെ തിന്നോണ്ടിരുന്നുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ബ്രെഡൊക്കെ ഇങ്ങനെ ചായയിൽ മുക്കി തിന്നണം കണ്ടു കഴിഞ്ഞപ്പോ ഇതിന് തോന്നി എന്ത് ഫുഡ് നമ്മൾ മുക്കിയേ തിന്നാവുള്ളൂ, ഒന്ന് ചായക്കകത്തോ അല്ലെങ്കിൽ വെള്ളത്തിനകത്തോ. ഇപ്പൊ എന്ത് കിട്ടിയാലും അത് ഉടനെ അത് എടുത്തോണ്ട് പോയിട്ട് അതിന് ചായ വേണം, ഇനി ഭയങ്കര വെള്ളം. അതുപോലെ ചായ ഗ്ലാസ് അടുത്തോട്ട് മാറ്റി വെച്ചിട്ട് അതിന് കിടന്ന് വഴക്കൂടുക. ചായ ഗ്ലാസ്സിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. തൊട്ടടുത്ത് വെച്ച് കൊടുക്കണം. എല്ലാം നമ്മളെ പോലെ തന്നെ, അതെല്ലാം ക്ലോസ് ഒബ്സർവേഷനാ. അങ്ങനെ നമ്മൾ എത്ര സമയം അതിനെ നോക്കിയിരുന്നാലും നമുക്ക് മനസ്സുമെടുക്കൂല കേട്ടോ. അതിന്റെ ഇടയ്ക്ക് അത് വർത്താനം പറയുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഒരേ വട്ടം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. പിന്നെ അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യും. ഇനി നമുക്ക് ഇത് ഡിന്നറിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ഞാനിപ്പോ അങ്ങ് റെഡിയാക്കി വെക്കും. പിന്നെ നമ്മൾ കുറെ തിരക്കിലേക്ക് പോകും. ഞാനിപ്പോ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. കൂടെ നമുക്ക് പ്രൊഡക്റ്റ് എല്ലാം പിന്നെ പാക്ക് ചെയ്ത് അയക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി ജോലികളിലേക്ക് പോകും. പിന്നെ പ്രൊഡക്റ്റിന്റെ ഒക്കെ പ്രിപ്പറേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ ഡിന്നർ അശുഭച്ചിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പശുക്കുഞ്ഞിനെ പോലെ കൊത്തിപ്പെറുക്കി തിന്നാൽ മതി, അതൊക്കെ. പക്ഷെ അവന് കുറച്ച് നോൺ വെജ് ഒക്കെ ഇഷ്ടം. അപ്പൊ അത് കുറച്ച് ഒരു നമ്മുടെ മന്തി ചിക്കന്റെ ഒരു രീതിയിലേക്ക് അങ്ങ് റെഡി ആക്കുവാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പൊ അതിലേക്ക് ഞാൻ നമ്മുടെ തന്നെ ഗരം മസാലയാണ്, അടിപൊളിയാണ്. മന്തി ചിക്കന്റെ അതേ ടേസ്റ്റ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. മീൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മുടെ ഗരം മസാല ചേർക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ തന്നെ എല്ലാം കഴുകുകയാണെങ്കിൽ വൃത്തിയായിട്ട് എല്ലാ സാധനങ്ങളും ചേർത്ത് റെഡിയാക്കിയേക്കണേയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും ബാക്കിയുള്ള ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും എല്ലാം കുറച്ചാണ് കേട്ടോ. ഈ വെളിച്ചെണ്ണയുടെ പാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. സ്റ്റീലിന്റെ നല്ലൊരു ഓയിൽ ഡിസ്പെൻസർ ആണ്. അങ്ങനെ പിന്നെ ഉപ്പും കൂടി ഒഴിച്ചിട്ട് പിന്നെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ചില്ലി പൗഡറും കുറച്ചിട്ടാൽ മതി. അതും ഇട്ടേക്കണം. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു. അത്രയാണ് നമ്മൾ അതിലേക്ക് ചേർത്തേക്കണേ. അതുപോലെ വെളിച്ചെണ്ണയും ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും ഗീയും അതാണ് അത്രയാണ് ചേർത്തേക്കണേ. ഇതിങ്ങനെ വരഞ്ഞു വെക്കണം എല്ലാ ചിക്കനും, വലിയ പീസ് മന്തി പീസ്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 2 മണിക്കൂർ ഞാൻ 2 മണിക്കൂർ ഇനിയിപ്പോ വൈകുന്നേരം അല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പൊ അത്രയും നേരം നമ്മൾ മൂടി എടുത്ത് വെച്ചിട്ട് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കുന്ന നല്ലത്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ പിഴിയാട്ടോ. ലെമൺ എപ്പോ ഞാൻ മേടിച്ച് ചിലതൊന്ന് കേടായി പോകും. പിന്നെ കുറച്ചൊക്കെ ഞാൻ പിഴിഞ്ഞു കുടിക്കുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ലെമൺ ഇല്ല. അപ്പൊ ഞാൻ വിനാഗിരി ഒഴിച്ചു എന്നുള്ളൂ. വിനാഗിരി ഒഴിക്കാം. ഞാൻ യൂഷ്വലി ഞാൻ വിനാഗിരിയൊക്കെ തന്നെയാണ് ഒഴിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കഴിച്ച പാത്രങ്ങളെല്ലാം അപ്പൊ ഞാനങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. അങ്ങനെയാണ്. ഈ കുഞ്ഞിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ അതിന് എന്തെങ്കിലും കൈയിന്റെ ഇവിടെ വന്നിരുന്ന് പിന്നെ അതിന്റെ കൂടെ അതിന് അതിന്റേതായ റുട്ടീൻ ഉണ്ട്. പിന്നെ അതിന് എല്ലാം അതിന്റെ ചിറകൊക്കെ ചീകലാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഉമ്മ തരും, എന്നോട് വർത്താനം പറയും. സത്യം പറയല് കൂട്ടരെ ഞാൻ ആശുപത്രിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കാന്ന് എനിക്ക് തോന്നലേ ഇല്ല കേട്ടോ. എന്റെ പെറ്റ്സുകളായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കാറ്റ് പലവട്ടം വന്ന് എന്റെ കാലയിൽ ഇങ്ങനെ വേഗത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തോണ്ടു കേട്ടോ. അമ്മ എന്നെ ഒന്ന് തലോടുവോ, അമ്മ എനിക്ക് ഇച്ചിരോട് ഫുഡ് തരുമോ, ആ രീതിയിൽ അതെല്ലാം കൺവേ ചെയ്യുന്നുണ്ട്. പക്ഷെ കുഞ്ഞിവിടെ പറയണ്ട 24/7 നമ്മുടെ അടുത്താണ് കേട്ടോ. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് അത് ഉമ്മ തരും. അതിന്റെ ഇടയ്ക്ക് അത് കുറച്ചു നേരം കഴിയുമ്പോൾ അതിന്റെ കൊക്ക് കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഉടുപ്പയിൽ ഇങ്ങനെ തട്ടും. അതിന്റെ അർത്ഥം അതിന് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണ് കേട്ടോ. കുറെ നാളുകൾ കൊണ്ട് എനിക്കത് മനസ്സിലായതാണ്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇന്നുവരെ ശരിക്കും മനസ്സിലായിട്ടില്ല. അതിനെ ചുരുഞ്ഞു കൊടുക്കണമെന്നാണോ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണമെന്നാണോ അതെ മസാജ് ആണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം പിടിക്കും, അമ്മ ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്നുള്ള മട്ടില്. പക്ഷെ അത് അതിന്റെ കാലും കൊണ്ട് അതിന്റെ ചിറകെല്ലാം ഒതുക്കി ചെരിഞ്ഞു കിടന്നു തരും, മലർന്നു കിടന്നു തരും. അതുപോലെ അതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് പൊക്കി തരും. അങ്ങനെയല്ല, അതിന് ബോഡി ഫുൾ ഒരു മസാജ് വേണം. അതിന് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ശരിക്കും പറയാൻ മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. അതിന്റെ ബോഡി മുഴുവൻ നമ്മളിങ്ങനെ കൈ ഓടിക്കണം. അത് നന്നായിട്ട് ചൊറിഞ്ഞു കൊടുക്കണമെന്നാണോ അതെയോ നമ്മൾ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണോ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും അത് കൊക്കുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഉടുപ്പയിൽ ഇങ്ങനെ തട്ടും ഓരോന്നോരോന്ന് കൺവേ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ചിലപ്പോ അതിങ്ങനെ എന്റെ മുമ്പിൽ ഇങ്ങനെ മലർന്നു കിടന്നു തരും. വയറും എല്ലാ ഭാഗവും ഇതുപോലെ മസാജ് ചെയ്യണം. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ അതിനോട് സംസാരിച്ചുകൊണ്ട് അതിനിങ്ങനെ മസാജ് ചെയ്ത് ഞാൻ ആ ഭക്ഷണം കഴിച്ച് കൈ കഴുകാതെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിനോട് പറയായിരുന്നു എന്റെ കൈ പോലും കഴിയിട്ടില്ല
വന്നിട്ടാണ് അങ്ങനെ അതെല്ലാം അതിന്റെ മസാജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് അങ്ങനെ നമ്മുടെ അടുത്ത് പിന്നെ അത് ഫുൾ ടൈം എന്റെ ബോഡിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ്. അതിന് എവിടെ പോകാൻ ഇഷ്ടമില്ല. അതിന്റെ ഇടയ്ക്ക് അത് നമ്മളോട് വന്ന് കുറെ നേരം കൊഞ്ചും പറയും, എന്തൊക്കെയാ അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിയാം. ഭയങ്കര രസമാണ്. ഞാൻ പറയുന്ന എല്ലാം അതിന് മനസ്സിലാവുന്നുണ്ട്. അതാണ് അത് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് എന്താ ഉദ്ദേശിക്കുന്നേ അങ്ങനെ ഇങ്ങനെയൊക്കെ ആ രീതിക്ക് അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അതിനുശേഷം ബാക്കി നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. ഇനി ഇന്നത്തെ എന്റെ ഒരു പണി എന്ന് വെച്ചാൽ വേഗം തന്നെ പോയിട്ട് കൊറിയർ, നമ്മൾ സൺഡേ വെച്ച് ബാക്കി എല്ലാ ദിവസവും തന്നെ കൊറിയർ വിടുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമാണ് ഞാൻ കൊറിയർ ഒഴിവാക്കുന്നുള്ളൂ. അപ്പൊ കൊറിയർ പാക്ക് ചെയ്യാൻ വേണ്ടി പോണം. അപ്പം ഞാനും കുഞ്ഞും കൂടി ഇങ്ങനെ കൊറിയർ ഒക്കെ പാക്ക് ചെയ്യാൻ നേരത്തെ ഇതിന്റെ ഒരു ചെറിയ കൂടുണ്ട് കേട്ടോ. അകത്ത് തന്നെ ഇരുമ്പിന്റെ ഒരു കൂടെ, അല്ലാത്ത എല്ലാം അത് നശിപ്പിച്ച് കളയും കേട്ടോ. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഇനി കൊറിയർ കൊണ്ടുവച്ച് പാക്ക് ചെയ്യണം. അന്നേരം ഇതിനെ കൂടെ നിർത്തിയ ഈ അഡ്രസ് എല്ലാം ഇത് ചിറകടിക്കുമ്പോ പറന്നു പോകും. അതുകൊണ്ട് ഞാൻ അതിനെ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് പാക്കിംഗ് ആണ്. ആ വിശേഷങ്ങളും ഇനി നമുക്ക് ചിക്കൻ വെക്കണം, ഫിഷ് കറി വെക്കണം, അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.